താങ്ക് ഗോഡ്. സ്തോത്രം. അറിയുമല്ലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന്. ആ കാത്തിരിപ്പിന്, അതേന്നെ, നിങ്ങളുടെ ആ കാത്തിരിപ്പിന് ഇന്ന് അറുതി വരുവാൻ പോവുക. കാത്തിരിപ്പ് അത് ലോകത്തിൽ നിന്ന് പലതും പ്രതീക്ഷിച്ചായിരുന്നാലും, പ്രാർത്ഥനയോടെ ദൈവത്തിൽ നിന്ന് പലതും പ്രതീക്ഷിച്ചായിരുന്നാലും അതൊരു ബുദ്ധിമുട്ടാണ് അല്ലേ? ജോലിയില്ലാത്തവർ ജോലിക്കായി കാത്തിരിക്കുന്നു. സുഖമുള്ള കാര്യമാണോ? അയ്യോ, ഇതുപോലൊരു നരകം, നിന്ന അപമാനം, അതിനേക്കാളുപരി പല പല ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, പഠിച്ചിറങ്ങി ജോലിക്കായി ഒരുങ്ങി 1 മുതൽ കൂട്ടി വെച്ച ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. പല പല ചോദ്യങ്ങൾ, അതിനൊന്നും ഉത്തരം പറയുവാൻ കഴിയുന്നില്ല. കാത്തിരിപ്പ് വേദനയും നിരാശയും നിന്ദയും അപമാനവും സമ്മാനിക്കുന്ന കാത്തിരിപ്പ്, ജോലിക്കായുള്ള കാത്തിരിപ്പ്. ഇനി ജോലി കിട്ടി, പല പല പ്രശ്നങ്ങളാണ് ജോലി സ്ഥലത്ത്. പിടിച്ചു നിൽക്കുവാൻ, ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറി സ്വസ്ഥമായി സമാധാനമായി അവിടെ ജോലി ചെയ്യുവാനുള്ള അവസരത്തിനായുള്ള കാത്തിരിപ്പ്. ആ ശത്രുക്കളുടെ മധ്യത്തിൽ, അതെ, അവരുടെ വാക്കും അവരുടെ പ്രവൃത്തിയും ഒഴിവാക്കപ്പെടലിന് കാരണമായി മാറാതെ, ആ ജോലി നഷ്ടപ്പെടുവാൻ കാരണമായി മാറാതെ അവരുടെ മുമ്പിൽ തന്നെ തല ഉയർത്തി നിൽക്കുവാനുള്ള കാത്തിരിപ്പ്. അവർ നിങ്ങൾക്ക് ദ്രോഹം ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ അവരുടെ ദ്രോഹ പ്രവർത്തികളെ ജയിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ശക്തരായി മാറുവാനുള്ള കാത്തിരിപ്പ് അല്ലേ? ചിലരൊക്കെ കൂടെ നിൽക്കണം, ചിലരെയൊക്കെ കൂടെ നിർത്തണം, എങ്കിലേ ഇതിനകത്ത് പിടിച്ചു നിൽക്കുവാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ശക്തരായി മാറുവാനുള്ള കാത്തിരിപ്പ്. പല സ്ഥാപനങ്ങളിലും പല പല പ്രശ്നങ്ങളാണ്. ശമ്പളം കുടിശ്ശികയാകുന്നു. 1-ാം തീയതി കഴിയുന്നു, 2 കഴിയുന്നു, 3 കഴിയുന്നു, മാസാവസാനം കഴിയുന്നു, മാസം തന്നെ കഴിഞ്ഞു പോകുന്നു, വെയിറ്റ് ചെയ്യുന്നു, കുടിശ്ശികയായി തീർന്നിരിക്കുന്നു. ആ കുടിശ്ശിക തീർത്ത് കിട്ടുവാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ്. പ്രമോഷൻ കിട്ടണം, ലിസ്റ്റ് വരുവാൻ പോകുന്നു, എൻ്റെ പേരുണ്ടാകണം, അതിനായുള്ള കാത്തിരിപ്പ്. പേരില്ലെങ്കിൽ അടുത്ത ലിസ്റ്റിനായുള്ള കാത്തിരിപ്പ്. അവിടെ 4 പേര് അറിയുന്ന ഒരു സ്ഥാനത്ത് എത്തിച്ചേരണം. ആ സ്ഥാപനത്തിൽ തന്നെ പോരാ, കുറച്ചുകൂടെ നല്ലൊരു ജോലി വേണം, കുറച്ചുകൂടെ റെപ്യൂട്ടഡായ ഒരു ഫേമിൽ ജോലി വേണം, സ്ഥിര വരുമാനമുള്ള ഒരു ജോലി വേണം, അതിനായുള്ള കാത്തിരിപ്പ്. അതെ, ആഗ്രഹിക്കുന്നത് അവിടെ നിന്ന് ജോലി ചെയ്ത് സമ്പാദിക്കുവാൻ കഴിയണം, മക്കളെ പഠിപ്പിക്കണം, നല്ല നിലയിൽ തന്നെ ആഗ്രഹിച്ച ആ സ്കൂളിൽ, ആ കോളേജിൽ അവിടെ തന്നെ പഠിപ്പിക്കണം, ആ കോഴ്സിന് തന്നെ പഠിപ്പിക്കണം. അവരുടെ വിവാഹം കെങ്കേമമായി നടത്തണം, ആഗ്രഹിച്ചതുപോലെ. പലരും അവരുടെ മക്കളുടെ വിവാഹം നടത്തിയപ്പോൾ അറിയുന്ന, നിങ്ങളെ ക്ഷണിച്ച നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അസൂയയോടെ ഒരു പരാതി പറഞ്ഞിട്ടുണ്ട്. വെറുതെ ദൂർത്താന്നേ, ഇത്രയൊക്കെ ചിലവഴിക്കേണ്ട കാര്യമുണ്ടോ? ആഗ്രഹം അതിലും ചിലവഴിച്ച് അതിലും ഗംഭീരമായി കെങ്കേമമായി മക്കളുടെ വിവാഹം നടത്തണമെന്നാ. അതിനായുള്ള കാത്തിരിപ്പാ, അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരയണം, നല്ലൊരു ഭവനം പണിയണം. എത്ര വർഷത്തെ കാത്തിരിപ്പാ. പലരും ആ കാത്തിരിപ്പിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി കാൽ വെച്ചു, ബേസ്മെൻ്റ് ഇട്ടു, പണി തുടങ്ങി, ഇന്ന് അസ്ഥിഭാരമായി നിൽക്കുകയാ. ചോദ്യം ചോദ്യം ചോദ്യം, അതെന്തിനാ അങ്ങനെ കെട്ടിയിരിക്കുന്നേ? അത് ഏത് മോഡലാ? ഇത് ഏത് എഞ്ചിനീയറാ? ഇതെങ്ങനെ പണി തീർന്ന് വരുമ്പോൾ വരും? നിങ്ങൾക്കത് കാണാപ്പാടമാണ്. മറ്റുള്ളവർക്കത് പണി പൂർത്തിയാകാത്ത വീടാണെങ്കിൽ നിങ്ങൾക്കത് പെയിൻ്റ് അടിച്ച് മനോഹരമായി ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച വീടാ. നിങ്ങളുടെ സ്വപ്നത്തിൽ അതുണ്ട്. പറഞ്ഞു പറഞ്ഞ് മടുത്തു. പിന്നെ പരിഹാസം, വലിയ കാര്യത്തിൽ തുടങ്ങി, പകുതി വഴിയിൽ കിടക്കുകയാ. പൂർത്തീകരണം വേണം, മനോഹരമായി ആ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കപ്പെടണം. ഒരു ദിവസമെങ്കിലും എൻ്റെ സ്വന്തം ഭവനത്തിൽ എനിക്ക് കിടന്നുറങ്ങിയിട്ട് മരിക്കണം, അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പ്. വാടക വീടുകൾ കയറി ഇറങ്ങി മടുത്തു. കാത്തിരിപ്പ് സ്വന്തം ഭവനത്തിനായി. അല്പം വസ്തു വാങ്ങണം, എൻ്റെ പേരിലും അല്പം വസ്തു. അയ്യോ, അല്ലാതെ ഭാരപ്പെടുകയല്ലേ? വഴിയെ പോകുമ്പോൾ, യാത്ര ചെയ്യുമ്പോഴൊക്കെ വശങ്ങളിലേക്ക് നോക്കുക. വസ്തു വിൽപ്പനയ്ക്കെന്ന് കാണുമ്പോൾ നമ്പർ നോട്ട് ചെയ്തെടുക്കും. പണ്ട് ജോലിക്ക് വേണ്ടി വിളിച്ചുകൊണ്ടിരുന്നത് പോലെ ഇപ്പോൾ വസ്തുവിന് വേണ്ടി വിളിക്കുക. അവിടെ നിന്ന് കിട്ടുന്ന റിപ്ലൈ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ പ്ലാനിങ് ഒന്നും നടക്കത്തില്ല. കയ്യിൽ ഒരല്പമുണ്ട്, പലരുടെയും കയ്യിലുള്ളത് പ്രതീക്ഷിക്കുന്നുമുണ്ട്. അതൊക്കെ വെച്ച് അല്പം വസ്തു വാങ്ങണം, ഒരു ചെറിയ വീട് തട്ടിക്കൂട്ടണം, അതിനു വേണ്ടിയാണ് വിളിക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് കേൾക്കുന്ന റിപ്ലൈയോ അപ്പം മനസ്സിലാവും, ഈ ആയുസ്സിൽ എനിക്ക് വസ്തു വാങ്ങാനും പറ്റത്തില്ല, വീട് വയ്ക്കുവാനും കഴിയത്തില്ല. കാത്തിരിപ്പ്. ആഗ്രഹിക്കുന്ന അല്പസ്ഥലം, ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന അല്പസ്ഥലത്തിനായുള്ള, നല്ലൊരു വാഹനത്തിനായുള്ള, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും ഒരുമിച്ച്
പുറത്തു പോകുവാൻ, സന്തോഷമായിരിക്കുവാൻ, എൻ്റെ മാതാപിതാക്കളെ പുറത്ത് കൊണ്ടുപോകുവാൻ, അല്ലേ? ഒരു വാഹനം കാത്തിരിക്കുക. അവിവാഹിതർ വിവാഹത്തിനായി കാത്തിരിക്കുക. നല്ലൊരു വിവാഹം എൻ്റെ കൂട്ടുകാരന് നടന്നതുപോലെ, കൂട്ടുകാരിക്ക് നടന്നതുപോലെ നല്ലൊരു വിവാഹം എനിക്ക് നടക്കണം. അതുപോലൊരു പെണ്ണിനെ കിട്ടണം, അതുപോലൊരു ചെറുക്കനെ കിട്ടണം, അല്ലേ? കാത്തിരുന്ന് ആ കല്യാണം നടന്നാലോ? പിന്നെ കാത്തിരിപ്പ് മക്കൾ ജനിക്കുവാൻ വേണ്ടിയാ. പണ്ടത്തെ പോലെയല്ല. ഇന്ന് പലരും കാത്തിരിക്കേണ്ടി വരുന്നു. ആ കാത്തിരിപ്പ് കഠിനമായി മാറ്റുന്ന മറ്റൊരു കാര്യമുണ്ട്, ഭയപ്പാട്. എന്താ? ജനിക്കുന്നതിൽ ഏറെ ശതമാനം കുഞ്ഞുങ്ങളും പലവിധമാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളോട് ജനിക്കുന്നു. അതുകൊണ്ട് കാത്തിരിക്കുക. ആരോഗ്യമുള്ള ഒരു തലമുറ എനിക്ക് ജനിക്കണം. പല പല ടെസ്റ്റുകൾ ചെയ്യുക. ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിന് ആരോഗ്യമുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടി. പ്രിയരേ, എത്ര ടെസ്റ്റ് ചെയ്താലും, എത്ര വൈദ്യശാസ്ത്രം വളർന്നാലും ആരോഗ്യമുള്ള ഒരു തലമുറ നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ ദൈവം നിങ്ങൾക്കത് നൽകണം. ഓ സ്തോത്രം. നമ്മൾ എത്ര തന്നെ അത് നേടിയെടുക്കുവാൻ ശ്രമിച്ചാലും അതിന് കഴിയത്തില്ല. ആരോഗ്യമുള്ള തലമുറയെ നൽകുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ആ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുക. അവൻ ആരോഗ്യമുള്ള തലമുറയെ നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കും. അപ്പോൾ മക്കൾക്കായുള്ള കാത്തിരിപ്പ്, ആരോഗ്യമുള്ള തലമുറകൾക്കായുള്ള കാത്തിരിപ്പ്. ജനിച്ചു കഴിഞ്ഞാൽ ആ സ്കൂളിൽ അവർക്ക് അഡ്മിഷൻ കിട്ടണം, അല്ലേ? ആ കോളേജിൽ അവരെ ചേർക്കുവാൻ കഴിയണം. ആ കോഴ്സിന് തന്നെ അവരെ വിടണം. സ്വപ്നമാ നിങ്ങൾക്ക് പോകാൻ പറ്റാത്ത ആ കോഴ്സിന് തന്നെ അവരെ ചേർക്കണം. ആ രാജ്യത്ത് അവർക്ക് ജോലി കിട്ടണം. ആ രാജ്യത്ത് തന്നെ കിട്ടണം. ആ രാജ്യത്ത് ജോലി കിട്ടിയാൽ അവരുടെ ലൈഫ് സെറ്റിലായി. ഉപരിപഠനം അവിടെ തന്നെ ആയിരിക്കണം. പിന്നെ പേടിക്കേണ്ട. നിങ്ങളുടെ കഷ്ടപ്പാട് തലമുറകൾക്കുണ്ടാകത്തില്ല. ആണേ, അതിനായുള്ള കാത്തിരിപ്പാ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറന്നു കിട്ടുവാൻ വേണ്ടി ചേക്കേറുവാൻ പുതിയൊരു ചില്ല അന്വേഷിച്ച് പറന്നുയരുന്ന ആ പക്ഷിയെപ്പോലെ പുതിയൊരു രാജ്യത്തിൻ്റെ വാതിലുകൾ തുറന്നു കിട്ടുവാൻ, അവിടെ സെറ്റിലാകുവാൻ വർഷങ്ങളായി പ്രതീക്ഷിച്ച് കാത്തിരിക്കുക. അവിടെ സെറ്റിലാകണം, ആ രാജ്യത്ത് സെറ്റിലാകണം, ആ രാജ്യത്തിലെ പൗരനായി മാറണം. അപ്പോൾ അതിനായുള്ള കാത്തിരിപ്പ്. ന്യായമായ വിധികളുണ്ടാകണം, തീർപ്പുകളുണ്ടാകണം. അന്യായം മാത്രം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ന്യായമായത് സംഭവിക്കണം. കോടതികൾ കയറി ഇറങ്ങുക. ഒത്തിരി വർഷങ്ങളായി സിവിൽ ക്രിമിനൽ കേസുകളായി അലയുന്നു. നീതിയുള്ള വിധികളുണ്ടാകണം. സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുന്ന വിധികളുണ്ടാകണം. ജയിൽവാസം ഒഴിഞ്ഞു പോകുന്ന വിധികളുണ്ടാകണം. സന്തോഷകരമായ കുടുംബജീവിതം ഉണ്ടാകണം. പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് കൊതിച്ച് മോഹിച്ച് കാത്തിരുന്ന് വിവാഹം നടന്നു. കുടുംബജീവിതത്തിൻ്റെ താളം തെറ്റിയിരിക്കുന്നു. ആഗ്രഹിച്ചതുപോലെ ഭർത്താവിനെ കിട്ടി, പക്ഷേ സ്വപ്നം കണ്ടതുപോലെ ജീവിക്കുവാൻ കഴിയുന്നില്ല. ആഗ്രഹിച്ചതുപോലെ ഭാര്യയെ കിട്ടി, പക്ഷേ സ്വപ്നം കണ്ടതുപോലെ ജീവിതം മുൻപോട്ട് പോകുന്നില്ല. സ്വപ്നം കണ്ടതുപോലെ ജീവിതമായി മാറുവാനുള്ള കാത്തിരിപ്പ്. ഭർത്താവ് എന്നെ സ്നേഹിക്കണം, ഭാര്യ എന്നെ സ്നേഹിക്കണം, ഞങ്ങൾക്ക് ഒരുമിച്ച് സന്തോഷമായി നിൽക്കണം, മറ്റുള്ളവർ അത് കാണണം. ഇന്ന് ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് പുറത്തു വരുന്ന അപശ്രുതിയും വഴക്കും അതല്ല ഞങ്ങളിൽ നിന്ന് ഉയരേണ്ടത്. അതെ, അങ്ങനെ ഒരു ജീവിതം ഉണ്ടാകുവാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ്. തകർന്നു പോയ ഭാര്യ, ഇട്ടേച്ചു പോയ ഭർത്താവ് കാത്തിരിക്കുക, ഭാര്യ മടങ്ങി വരണം. ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ഭാര്യമാർ കാത്തിരിക്കുക, ഭർത്താവ് മടങ്ങി വരണം. മക്കൾ ഇട്ടേച്ചു പോയ അമ്മയപ്പന്മാർ വേദനയോടെ കാത്തിരിക്കുക, മക്കൾ മടങ്ങി വരണം. നല്ലവണ്ണം വളർത്തി, നല്ല ശീലങ്ങൾ പഠിപ്പിച്ചു, എന്നിട്ടും ദുശീലങ്ങൾ അവരുടെ കൂടെ കൂടി. മദ്യവും മയക്കുമരുന്നും ലോകപ്രകാരമുള്ള ജീവിതവും അവരുടേതായി മാറി. മോശം കൂട്ടുകെട്ടുകളിൽ അവർ പിടിക്കപ്പെട്ടു. അവിടെ നിന്ന് അവർ മടങ്ങി വരണം. കാത്തിരിക്കുക. അയ്യോ, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, കർത്താവിന് ജീവിതത്തിൽ മുൻതൂക്കം നൽകുന്ന മക്കൾ മാറണം. പ്രാർത്ഥിക്കുന്ന അമ്മ, പ്രാർത്ഥിക്കുന്ന അപ്പൻ, അവർ കാത്തിരിക്കുക കുടുംബ പ്രാർത്ഥനയ്ക്കായി. ആലയത്തിൽ കടന്നുപോയി ദൈവത്തെ ആരാധിക്കുവാൻ ഒപ്പം വരുന്ന മക്കൾക്കായി, ഭർത്താവിനായി കാത്തിരിക്കുക. തുടങ്ങിയ സംരംഭം നല്ല നിലയിലാകുവാൻ വളരെ നാളായി കാത്തിരിക്കുക. ലാഭത്തിലാവും, പല സ്വപ്നങ്ങളും പൂവണിയിക്കും എന്ന് കരുതി തുടങ്ങിയതാ. ഇന്ന് നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് അത് വലിയ ബാധ്യതകളെ സമ്മാനിക്കുന്നു. ലാഭത്തിലാകുവാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ്, അത് മുഖാന്തരമുള്ള നിന്ദയും പരിഹാസവും അപമാനവും അത് നീങ്ങിപ്പോകുവാനുള്ള കാത്തിരിപ്പ്. രോഗിയായിരിക്കുന്നവർ ആരോഗ്യത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ഇനിയും
ഇനിയും ആ പഴയ ആരോഗ്യമുള്ള നല്ല കാലം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനായുള്ള കാത്തിരിപ്പ്. ഇനിയും തലകുനിച്ച് നിൽക്കുവാൻ വയ്യ. രോഗിയായി തീർന്നപ്പോൾ പലരുടെയും മുമ്പിൽ കൈനീട്ടേണ്ടി വരുന്നു. ആ അപമാനം ഇനിയും വയ്യ. എനിക്ക് പഴയ ആരോഗ്യമുള്ള നല്ല കാലം വേണം. അതേ കാത്തിരിപ്പ് വേദനയും നിരാശയും ദുഃഖവും അപമാനവും സമ്മാനിക്കുന്ന കാത്തിരിപ്പ്. ഈ കാത്തിരിപ്പുകൾക്ക് എന്ന് അറുതിയുണ്ടാകും? ചോദ്യം ആവർത്തിച്ചുയരുകയാണ്. അതേ ആ ചോദ്യം ആവർത്തിച്ചുയർത്തുന്നവരായി എന്നെ കേൾക്കുന്ന നിങ്ങളായിരിക്കുമ്പോൾ ലോകത്തിലേക്ക് നോക്കി ഈ ചോദ്യം നിങ്ങൾ പലവരും ചോദിച്ചിട്ടുണ്ട്. പലരോടും പല സാഹചര്യങ്ങളിലും പലപ്പോഴും നിങ്ങളോട് തന്നെ ഉത്തരം കിട്ടിയിട്ടുണ്ടായിരിക്കത്തില്ല. ലോക മനുഷ്യനായി നിങ്ങൾ ആ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് തരുവാൻ എൻ്റെ പക്കൽ ഉത്തരമില്ല. എന്നാൽ ഒരു വിശ്വാസിയായി, ഒരു ഭക്തനായി നിങ്ങൾ ആ ചോദ്യം എന്നോട് ചോദിച്ചാൽ നിങ്ങൾക്ക് തരുവാൻ എൻ്റെ പക്കൽ ഉത്തരമുണ്ട്. ആ ഉത്തരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഇപ്പോൾ നിങ്ങൾ കേൾക്കുവാൻ പോകുകയാണ്. നിങ്ങളുടെ ആ കാത്തിരിപ്പിന് അറുതി വരുവാൻ പോകുകയാണ്. ഇത് വെറും വാക്കല്ല. അതേ ആ വാക്കുകളുടെ പൂർത്തീകരണം കരങ്ങളിലെടുത്ത് സന്തോഷിച്ച ഒരു സ്ത്രീയെ വിശുദ്ധ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നു. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 6-ാമത്തെ വാക്യം, ദൈവം എനിക്ക് ചിരി വരുത്തി, എന്നെക്കുറിച്ച് കേൾക്കുന്നവരെല്ലാം ചിരിക്കുവാൻ ഇടയാകും. ആ സ്ത്രീ ഭക്തനായ ഒരു പുരുഷൻ്റെ ഭാര്യ. അവൾ പറയുകയാണ്, ദൈവം എൻ്റെ കാത്തിരിപ്പിനെ അറുതി വരുത്തുന്നത് എൻ്റെ കരങ്ങളിൽ നൽകി. ആ ഭക്തൻ മറ്റാരുമല്ല, ആബ്രഹാം. ഭക്തനായ ആബ്രഹാമിൻ്റെ ഭാര്യയുടെ കാത്തിരിപ്പിന് അറുതി വരുത്തുന്നത് അവളുടെ കരങ്ങളിൽ നൽകി. അവളുടെ മുഖത്ത് ചിരി ഉണ്ടാക്കിയ ദൈവം അതേ സഹോദര സഹോദരി നിന്റെ കാത്തിരിപ്പിന് അറുതി വരുത്തി. മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, നിങ്ങളുടെ കാത്തിരിപ്പിന് അറുതി വരുത്തി നിങ്ങളുടെ മുഖത്ത് ചിരി വരുവാൻ, നിങ്ങളെക്കുറിച്ച് സന്തോഷത്തോടെ മറ്റുള്ളവർ പറയുവാൻ പോകുന്നത് നിങ്ങളുടെ കരങ്ങളിൽ നൽകുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. ഒരു പ്രവചന വാക്ക്. ആബ്രഹാമും സാറായും കേട്ടൊരു പ്രവചന വാക്ക് അവരുടെ ജീവിതത്തിലെ കാത്തിരിപ്പിന് അറുതി ഉണ്ടാകുവാൻ പോകുക. ആ പ്രവചന വാക്ക് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇவ்விധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, അപ്പോൾ നിന്റെ ഭാര്യ സാറായ്ക്ക് ഒരു മകൻ ഉണ്ടാകും. ഒരു മകൻ ഉണ്ടാകും. ആ പ്രവചന വാക്ക് അതേ ഉണ്ടാകും. എന്നെ കേൾക്കുന്ന പ്രിയരെ, വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നിങ്ങൾ ആ വാക്ക് കേൾക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ തന്നെ ഉണ്ടാകും. നിങ്ങളുടെ കാത്തിരിപ്പിന് കാരണമായ ഇല്ലായ്മയെ മാറ്റുന്ന ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ കണ്ണുനീർ മാറ്റി ചിരി കൊണ്ടുവരുന്ന ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഓ താങ്ക് ഗോഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ആ വാക്ക് ആബ്രഹാം കേൾക്കുകയാണ്. അതേ ആ വാക്ക് കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ ചിലത് ഉണ്ടാക്കുകയാണ്. ആബ്രഹാമിൻ്റെയും സാറായുടെയും ജീവിതത്തിൽ ചിലത് ഉണ്ടാക്കിയ വാക്ക് അവരുടെ കണ്ണുനീർ മാറി ചിരി മുഖത്തുണ്ടാകുവാൻ തക്കവണ്ണം ആ ഇല്ലായ്മയ്ക്ക് പരിഹാരം വരുത്തിയ വാക്ക്. സ്തോത്രം. ആ വാക്ക് വിശ്വാസത്തോടെ വിളിച്ചു പറയുക. ഉണ്ടാകും. ജോലിക്കായി കാത്തിരിക്കുന്ന, നല്ലൊരു ജോലിക്കായി കാത്തിരിക്കുന്ന സഹോദര പറയ്, ഉണ്ടാകും, എനിക്ക് ജോലി ഉണ്ടാകും. അതേ നീ ആ വാക്ക് പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നീ കേട്ട ആ വാക്ക് അതൊരു പ്രവചന വാക്കായി മാറും. അത് നിന്നെ ജോലിക്കാരനാക്കി മാറ്റും. ഓ താങ്ക് ഗോഡ്. യെസ്, യേശുവിൻ നാമത്തിൽ നിനക്ക് ജോലി ഉണ്ടാകുക. സഹോദര സഹോദരി, നീണ്ട വർഷങ്ങളുടെ കാത്തിരിപ്പ്, നീണ്ട നാളുകളുടെ കാത്തിരിപ്പിന് അറുതി ഉണ്ടാകുവാൻ പോകുക. അതേ നീ പഠിച്ച് ഇറങ്ങി ആ കോഴ്സിന് ഏറ്റ ജോലി, നിന്റെ വിദ്യാഭ്യാസത്തിന് ഒത്തവണ്ണമുള്ള ജോലി എൻ്റെ കർത്താവ് തരുവാൻ പോകുക. പ്രാർത്ഥിക്ക്, ഉണ്ടാകും, എനിക്ക് ആ ജോലി ഉണ്ടാകും. ആ സ്ഥാപനത്തിൽ എനിക്ക് ജോലി ഉണ്ടാകും. പറയ ആ സ്ഥാപനത്തിൽ എനിക്ക് ജോലി ഉണ്ടാകും. അവിടെ എനിക്ക് ജോലി ഉണ്ടാകും. ഞാൻ അവിടെ നിന്ന് ശമ്പളം വാങ്ങും. അമ്മേൻ. എൻ്റെ സ്ഥാപനത്തിൽ എനിക്ക് പ്രമോഷൻ ഉണ്ടാകും. എൻ്റെ സ്ഥാപനത്തിൽ എനിക്ക് ജോലി സ്ഥിരത ഉണ്ടാകും. എൻ്റെ സ്ഥാപന മുഖാന്തരം ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. യെസ്, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്റെ ജോലി മുഖാന്തരം, നീ ചെയ്യുവാൻ പോകുന്ന ജോലി മുഖാന്തരം അവർ ആഗ്രഹിക്കുന്നത് ഉണ്ടാകുന്ന കൃപയ്ക്കായി. യെസ്, യേശുവിൻ നാമത്തിൽ നിങ്ങൾക്ക് ആ ജോലി മുഖാന്തരം ഒരു ഭവനം ഉണ്ടാകുവാൻ പോകുക. നീ ജോലി ചെയ്ത് സഹോദര ചില വർഷങ്ങളായിരിക്കുന്നു നല്ല ജോലി ഇല്ലാതെ. ചില ചെറിയ ചെറിയ ജോലികളുണ്ട്,
അതല്ല, നീ ആഗ്രഹിക്കുന്നത് പോലുള്ള ജോലി, സ്വന്തം ഭവനമെന്ന വാക്തത്വത്തിലേക്ക് കാൽ വയ്ക്കുവാൻ കഴിയുന്ന ജോലി, ആ സ്വന്തം ഭവനം ഉണ്ടാക്കുവാൻ വേണ്ട ജോലി, യെസ്, മക്കളെ അങ്ങനെ പഠിപ്പിക്കുവാൻ വേണ്ട ജോലി, അങ്ങനത്തെ വിവാഹം നടത്തുവാൻ വേണ്ട ജോലി, ഉണ്ടാകും. യെസ്, ആ ജോലി ഉണ്ടാകും. അങ്ങനെയുള്ള ജോലി ഉണ്ടാകും. അത്രയും ശമ്പളം കിട്ടുന്ന ജോലി ഉണ്ടാകും. ആ രാജ്യത്തിൽ എനിക്ക് ജോലി ഉണ്ടാകും. യെസ് യെസ് യെസ്, യേശുവിൻ നാമത്തിൽ ആ രാജ്യത്തിൽ എനിക്ക് ജോലി ഉണ്ടാകും. അതുണ്ടാകുക. യെസ്, താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ സാക്ഷ്യമാണ് പറയണത്. വിശ്വാസത്തോടെ പറഞ്ഞ സഹോദര, അത് സാക്ഷ്യമാണ്. ഓ അമേൻ അമേൻ. ആ രാജ്യത്തിൽ നിനക്ക് ജോലി ഉണ്ടാകും. അമേൻ. ഉണ്ടാകുമ്പോൾ ചിരി വരും. എത്ര കാലമായൊന്ന് ഉള്ളു തുറന്ന് ചിരിച്ചിട്ട് അല്ലേ? ചിരി വരുവാൻ പോവുക. നിന്നെക്കുറിച്ച് മറ്റുള്ളവർ സന്തോഷത്തോടെ ചിരിയോടെ പറയുവാൻ പോവുക. നീ ചിരിക്കുമെന്ന് മാത്രമല്ല, മറ്റുള്ളവർ ചിരിയോടെ പറയുവാൻ പോകുക. നിന്ദിച്ചവരും പരിഹസിച്ചവരും അപമാനിച്ചവരും ചിരിയോടെ പറയുവാൻ പോകുക. സഹോദരി, നിന്റെ കുടുംബജീവിതം തകർന്നു പോയത് കണ്ടിട്ട്, നിന്റെ ഭർത്താവ് നിന്നെ വിട്ട് അകന്നു പോയത് കണ്ടിട്ട് പരിഹസിച്ചവർ, നിന്ദിച്ചവർ, നിന്റെ കണ്ണുനീരിന് കാരണമായവർ ചിരിയോടെ പറയുവാൻ പോകുക. കൊച്ചു കള്ളി, ഓ അവളുടെ ഭർത്താവിനെ നേടി. ഓ, എൻ്റെ ഭർത്താവ് എനിക്കൊപ്പം ഉണ്ടാകും. യെസ്, യേശുവിൻ നാമത്തിൽ ആ പ്രവചന വാക്കേറ്റ് എൻ്റെ ഭർത്താവ് എനിക്കൊപ്പം ഉണ്ടാകും. സഹോദരി എൻ്റെ ഭർത്താവ് എനിക്കൊപ്പം ഉണ്ടാകും. ആ കാത്തിരിപ്പിന് അറുതി വരുവാൻ പോകുക. സഹോദര എൻ്റെ ഭാര്യ എനിക്കൊപ്പം ഉണ്ടാകും. ചുറ്റുപാട് നോക്കരുത്, അവൾ നിന്നായിരിക്കുന്ന സാഹചര്യം നോക്കരുത്. സഹോദരി, അവന് നിന്നായിരിക്കുന്ന സാഹചര്യം നോക്കരുത്. അവൻ്റെ കോണ്ടാക്റ്റുകൾ, അവൻ്റെ ബന്ധങ്ങൾ, അവൻ ആരുടെയൊക്കെ വാക്ക് കേട്ട് ആരുടെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നു അത് നോക്കരുത്. ഓ സ്തോത്രം. നോക്കിപ്പോകുന്നല്ലേ? നോക്കിയേ, ഈ സാറയുടെ ജീവിതത്തിൽ ചിരി ഉണ്ടായി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ കേട്ട ആ വാക്ക് അവർ വിശ്വസിക്കുവാൻ കഴിയുന്ന സാഹചര്യത്തിലൊന്നും അല്ലായിരുന്നു കേട്ടോ. നിങ്ങളെപ്പോലെ തന്നെ ആയിരുന്നു സാറായും. എബ്രായ ലേഖനം 11-ാം അധ്യായം 11-12 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. പ്രായം കഴിഞ്ഞിട്ടും, സ്തോത്രം, പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിനുള്ള, മനസ്സിലാവുന്നുണ്ടോ? പ്രായം കഴിഞ്ഞിട്ടും ഭർത്താവ് പിണങ്ങി തിരിഞ്ഞു കിടക്കുമ്പോൾ പിണക്കം മാറ്റുന്ന കാര്യമല്ല പറഞ്ഞേ. അവൻ തിരിഞ്ഞു കിടപ്പുണ്ട്, എവിടെയാണെന്ന് നിനക്കറിയത്തില്ല. സ്തോത്രം. അവൻ മടങ്ങി വരുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. എൻ്റെ ഭർത്താവ്, സഹോദരി, നീ ആയിരിക്കുന്ന കിടക്കയിൽ കരം വെച്ച് എൻ്റെ ഭർത്താവ് ഇവിടെ എനിക്കൊപ്പം ഉണ്ടാകും. യെസ്, യേശുവിൻ നാമത്തിൽ ആ പ്രവചന വാക്ക് ഏറ്റു എൻ്റെ ഭർത്താവ് എനിക്കൊപ്പം ഈ കിടക്കയിലുണ്ടാകും. എൻ്റെ ഭർത്താവ് എനിക്കൊപ്പം ഈ ഡൈനിങ് ഹാളിലുണ്ടാകും. എൻ്റെ ഭർത്താവ് എനിക്കൊപ്പം എൻ്റെ യാത്രകളിലുണ്ടാകും. എൻ്റെ ഭർത്താവ് എനിക്കും എൻ്റെ മക്കൾക്കും ഒപ്പം ഉണ്ടാകും. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുക. ഓ താങ്ക് ഗോഡ്. സഹോദര, ഏറ്റു അതങ്ങനെ സംഭവിക്കും. പ്രവചന വാക്ക്. ആമേൻ. മാതാവേ, നിന്റെ മക്കൾ നിനക്കൊപ്പം നിന്റെ ഭവനത്തിനകത്തുണ്ടാകും. മദ്യത്തിൻ്റെ മണമില്ലാതെ അവർ എൻ്റെ അടുക്കലിരിക്കും. മോശം വാക്കുകൾ പറയാതെ അവർ എൻ്റെ അടുക്കലിരിക്കും. അമ്മയെന്ന് വിളിച്ച്, അപ്പ എന്ന് വിളിച്ച് അവർ എൻ്റെ അടുക്കലിരിക്കും. അവരെന്നോട് അവരുടെ ജയത്തെക്കുറിച്ച് പറയും. അവരിൽ ജയമുണ്ടാകുവാൻ പോകുക. എൻ്റെ മക്കൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും. അവർക്ക് നല്ല മാർക്ക് കിട്ടും. ഓ സ്തോത്രം. നിന്റെ ആഗ്രഹത്തിന് അപ്പുറമായുള്ള മാർക്ക് അവർക്ക് കിട്ടും. ഓ സ്തോത്രം. അവർ പഠിച്ചതിനപ്പുറമായുള്ള മാർക്ക് അവർക്ക് കിട്ടും. അവർക്ക് അഡ്മിഷൻ കിട്ടും. ഓ സ്തോത്രം. ആ പ്രവചന ശബ്ദം ആ പ്രവചന വാക്ക് ഏറ്റു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നീ കേൾക്കുകയാ. അതേറ്റു അവർക്ക് നല്ല അഡ്മിഷൻ കിട്ടും. അവിടെ തന്നെ അവർക്ക് അഡ്മിഷൻ കിട്ടും. അവരുടെ ചില വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ ഇടവരത്തില്ല. ആ കണ്ണുനീർ മാറി നിന്റെ മുഖത്ത് ചിരി വരും. ആമേൻ. ചിരി വരുവാനുള്ളത് നിന്റെ കരത്തിൽ തരും. ഓ, ഉദരത്തിൽ കരം വെച്ച് പ്രാർത്ഥിക്കുക. എനിക്ക് മക്കളുണ്ടാകും. സഹോദര, നിന്റെ ഭാര്യയുടെ ഉദരത്തിൽ കരം വെച്ച് പ്രാർത്ഥിക്കുക. ആ ഫോൺ എടുത്ത്, വിദേശത്തായിരിക്കുന്ന നിന്നോട് നിന്റെ ഭാര്യയെ വിളിച്ചിട്ട് നമുക്ക് മക്കളുണ്ടാകും. വിളിച്ച് നമുക്ക് മക്കളുണ്ടാകും. അമ്മേൻ. ഓ സ്തോത്രം. അതൊരു പ്രവചന വാക്കാ. സ്തോത്രം. ഉണ്ടാകും. ആരോഗ്യമുണ്ടാകും. ആ രോഗമുള്ള കരങ്ങളിൽ, ആ രോഗമുള്ള ഭാഗങ്ങൾ കരം വെച്ച് എനിക്ക് സൗഖ്യമുണ്ടാകും.
എനിക്ക് സൗഖ്യമുണ്ടാകും, എനിക്ക് ആരോഗ്യമുണ്ടാകും, ഞാൻ ഇനിയും പുറത്തു പോകും, ഞാൻ ഇനിയും ജോലി ചെയ്യും, ഞാൻ ഇനിയും ആരുടെ മുമ്പിലും തലകുനിച്ച് നിൽക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അതിന് തക്കവണ്ണമുള്ളത് എൻ്റെ കരങ്ങളിൽ ദൈവം തരും. യെസ്, നിങ്ങളുടെ കരങ്ങളിൽ ആ നന്മയുണ്ടാകുക. എൻ്റെ കരങ്ങളിൽ നന്മയുണ്ടാകും. ഇനിയും ഞാൻ ജോലി ചെയ്യും, എൻ്റെ കരം നീട്ടി അധ്വാനത്തിൻ്റെ ഫലം വാങ്ങും. പ്രാർത്ഥിച്ചാട്ടെ, അതുണ്ടാകുവാൻ പോകുക. സഹോദരി പ്രാർത്ഥിക്ക്. നിന്റെ ഭർത്താവ് ജോലി ചെയ്യുന്ന നന്മ ഇനിയും നീ വാങ്ങും. നിന്റെ മക്കളുടെ നന്മ ഇനിയും നീ വാങ്ങും. സ്തോത്രം. പറയ്, എൻ്റെ ഭർത്താവിൻ്റെ നന്മ ഞാൻ ഇനിയും വാങ്ങും. യെസ്, അമ്മേൻ. ആ ശുശ്രൂഷ അനുഗ്രഹമായി തീരും. ഞാൻ ഇനിയും കർത്താവിൻ്റെ വേല ചെയ്യും. എൻ്റെ കടയിൽ കച്ചവടമുണ്ടാകും, എൻ്റെ സ്ഥാപനം ലാഭത്തിലാകും. ആ രാജ്യത്ത് എൻ്റെ ഭർത്താവ് അനുഗ്രഹിക്കപ്പെടും. എനിക്കിനിയും വിസ അടിച്ച് കിട്ടും. അമ്മേൻ. ഒരു വെറും വാക്കാ. പലർക്കും ഏറ്റുപറയുവാൻ മടിയെന്താ? അതൊരു വെറും വാക്കാ. ഒരു വെറും വാക്കല്ലേ? ആസ് യൂഷ്വൽ നമ്മളൊക്കെ വളരെ വേദനയിലായിരിക്കുന്ന ഒരാളോട് പറയുന്നത് പോലെ ഒരു രോഗിയെ കണ്ടാൽ നമ്മൾ പറയത്തില്ലേ സുഖമാകും? വിവാഹം കഴിഞ്ഞ് തലമുറകൾക്കായി കാത്തിരിക്കുന്നവരോട് പറയത്തില്ലേ മക്കളൊക്കെ കിട്ടും? വിവാഹത്തിനായി കാത്തിരിക്കുന്നവരോട് പറയത്തില്ലേ പെട്ടെന്ന് നടക്കും? ജോലിക്കായി കാത്തിരിക്കുന്നവരോട് പറയത്തില്ലേ? പറയും. അങ്ങനെ പറയുന്ന ഒരു സാധാരണ വാക്കാ. പക്ഷേ ആ വാക്ക് എപ്പോഴാണ് കരങ്ങളിൽ വാങ്ങി സന്തോഷിക്കുവാനുള്ളത്, കാത്തിരിപ്പിന് അറുതിയാകുന്നത് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നൽകിയത്, സാറായുടെ കയ്യിൽ അത് കൊടുത്തത്? ആ വാക്ക് ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞ് ആ വാക്ക് വിശ്വസിക്കുവാൻ അബ്രഹാം തയ്യാറായി. വിശ്വസിക്കുവാൻ. പിന്നെ ഞങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ ദൈവദാസനെ ഞങ്ങൾ ഈ പ്രസംഗം കേട്ട് പ്രാർത്ഥിച്ചായിരിക്കുന്നേ? നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ. നമ്മൾ വാക്കുകൊണ്ട് പറയും. അബ്രഹാം തൻ്റെ ജീവിതം കൊണ്ട് ആ വിശ്വാസത്തെ വെളിപ്പെടുത്തി. 25 വർഷത്തെ കാത്തിരിപ്പ്, നീണ്ട 25 വർഷത്തെ കാത്തിരിപ്പ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ തുടങ്ങുകയാണ് അബ്രഹാമിൻ്റെ യാത്ര. എന്തിനു വേണ്ടി? വാഗ്ദത്തത്തിനു വേണ്ടി. തൻ്റെ ജീവിതത്തിൽ ഇല്ലാതിരുന്ന ഒന്നിനു വേണ്ടി, ലോകത്തിൽ നിന്ന് തനിക്ക് നേടിയെടുക്കുവാൻ കഴിയാത്ത ഒന്നിനു വേണ്ടി, വലിയൊരു കാലഘട്ടത്തിലെ കാത്തിരിപ്പിന് ശേഷം ദൈവത്തിൽ നിന്ന് അത് പ്രാപിച്ചെടുക്കുവാൻ കഴിയുമെന്ന ഉത്തമ ബോധ്യത്തോടെ യാത്ര പുറപ്പെട്ടു. ദൈവം അവനോട് പറഞ്ഞു, നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും. അർത്ഥം, നിനക്ക് തലമുറയെ നൽകും, അല്ല തലമുറകളെ നൽകും. ആ വാക്കവൻ വിശ്വസിച്ചു. 75 വിശ്വസിച്ചു. 76 വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയില്ല. മറിച്ച് 99 വയസ്സിൽ അബ്രഹാമിനെ വേദപുസ്തകം പരിചയപ്പെടുത്തുമ്പോഴും അതേ വിശ്വാസം ആബ്രഹാമിലുണ്ടായിരുന്നു. അതേ വിശ്വാസത്തോടെ ആബ്രഹാം കാത്തിരിക്കുകയാണ്. വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണി. അതേ എബ്രായ ലേഖനം 11-ാം അധ്യായം 11-12 വാക്യങ്ങളിലെ ആ വാക്ക് തന്നെ. വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണി. ദൈവത്തിൻ്റെ വാക്ക് അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തലമുറയെ ഉണ്ടാക്കി തരുമെന്ന് വിശ്വസിച്ച് അബ്രഹാം കാത്തിരുന്നു. കാത്തിരിപ്പ് ബുദ്ധിമുട്ടാ. ചില ദിവസങ്ങൾ പോലും, ചില മാസങ്ങൾ വലിയ പാടാ. വർഷങ്ങളാണെങ്കിൽ പറയണ്ട. നമ്മളൊക്കെ വിശ്വാസ ജീവിതത്തിൻ്റെ 7 അയലത്ത് പോലും കാണുകയില്ല, പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പറയുന്ന അവസ്ഥയിലായിത്തീരും. എന്നാൽ അബ്രഹാം കാത്തിരുന്നു. ഒരുപക്ഷെ നിങ്ങളിവിടെ ചിന്തിച്ച് സംശയിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യമുണ്ടായിരിക്കാം. അബ്രഹാം ഒരു സെയിൻറ്റിൻ്റെ ജീവിതത്തോടെ, ഒരു വിശുദ്ധൻ്റെ, അബ്രഹാമിനെയും മോശയെയും ദാവീദിനെയൊക്കെ കുറിച്ച് പ്രസംഗിച്ച് നമ്മൾ കേട്ടിട്ടുള്ള ഒരു രീതി വെച്ചിട്ട് എന്തൊരു ജീവിതമാണ്! നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്നേ. ഇങ്ങനെ ഭക്തൻ, സെയിൻറ്റ്, വിശുദ്ധന്മാരുടെ ജീവിതമായിട്ടാണ് നമ്മൾ കാണുന്നത് അബ്രഹാമിൻ്റെ ജീവിതം. ഉൽപ്പത്തി പുസ്തകം 12 മുതൽ വായിച്ചു നോക്ക്. ചുരുക്കം ചില അധ്യായങ്ങളിൽ വളരെ മനോഹരമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. എന്നെയും നിങ്ങളെയും പോലെ ജഡത്തിൽ ജീവിക്കുന്ന പച്ച മനുഷ്യനായി, ഉയർച്ച താഴ്ചകളുടെ ഗ്രാഫുള്ള ഒരു മനുഷ്യൻ, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന, നിലവിളിയോടെ അടുത്ത് വരുന്ന, നല്ലത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന, തെറ്റ് ചെയ്തു പോകുന്ന, കേട്ട വാഗ്ദത്തം, ആ വാഗ്ദത്തത്തിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയാതെ സ്വന്തം നിലയ്ക്ക് ഇസ്മായിലിനെ ജനിപ്പിച്ച് അതിന് പരിഹാരം കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന അതേ ഒരു പച്ച മനുഷ്യൻ, എന്നെയും നിങ്ങളെയും പോലെ. അങ്ങനെയെങ്കിൽ ആ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ചിലതുണ്ടാക്കുവാൻ പോവുക. ആമേൻ. അബ്രഹാമുമാർ എന്നെ കേൾക്കുന്നുണ്ട്. വിശ്വസിക്കുവാൻ തയ്യാറാണോ? ഒരു സെയിൻറ്റിൻ്റെ ജീവിതത്തിലല്ല, ഒരു പച്ച മനുഷ്യൻ്റെ ജീവിതത്തിൽ. വിശ്വസിക്കുന്ന ഒരു പച്ച മനുഷ്യൻ്റെ ജീവിതത്തിൽ കുറവുകളും കുറ്റങ്ങളും മറ്റുള്ളവർക്ക് പറഞ്ഞു പോകാനും ചൂണ്ടിക്കാണിക്കുവാനും പരിഹസിക്കുവാനും തക്ക വിധത്തിൽ എല്ലാമുള്ള ഒരു സാധാരണ മനുഷ്യനായി
ആ വാക്കുകളെ നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ആബ്രഹാമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് സംഭവിക്കും. അപ്പോൾ ആബ്രഹാം വിശ്വസിച്ചു. തൻ്റെ അവസ്ഥ വെച്ചിട്ട് ഓടിപ്പോകാതെ ആ വിശ്വാസത്തിൽ ആബ്രഹാം ഉറച്ചു നിന്നു. സാഹചര്യങ്ങൾ മാറി, നിരവധി പ്രതിസന്ധികൾ കടന്നു വന്നു. വിശ്വാസത്തെ പോലും ത്യജിച്ച് കളയേണ്ട സാഹചര്യങ്ങളുണ്ടായി. അവിടെ ഒക്കെ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതൊക്കെ കടന്നു വന്ന ആബ്രഹാം വെയിറ്റ് ചെയ്യുകയാണ്. താൻ കേട്ട വാഗ്ദത്തത്തിൻ്റെ നിവർത്തിക്കായി വെയിറ്റ് ചെയ്യുന്നു. അതേ സഹോദര, കേട്ട വാഗ്ദത്തം, തൊഴിൽ മേഖലയിലുള്ള വാഗ്ദത്തം, തലമുറകളുടെ മേലുള്ള വാഗ്ദത്തം, കുടുംബജീവിതത്തിലുള്ള വാഗ്ദത്തം, പല 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 വാഗ്ദത്തങ്ങൾ കാത്തിരിക്കുന്നവരെ കേൾക്ക്. നിങ്ങൾ ആബ്രഹാം തന്നെ വിസിറ്റ് ചെയ്ത് തന്നോട് ദൈവം അറിയിച്ച ആ വാക്ക് കേട്ടതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ആ വാക്ക് നിങ്ങൾ കേൾക്കുകയാണ്. അതെ, അബ്രഹാമിനെ തേടി ആ വാക്ക് പറയുവാൻ ദൈവം കടന്നു വന്നു. നിങ്ങളെ തേടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വാക്ക് പറയുവാൻ നിങ്ങളുടെ അടുക്കലുണ്ട്. നിങ്ങൾ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. അബ്രഹാമേ, നിനക്കൊരു മകനുണ്ടാകും. സഹോദര, സഹോദരി, നിങ്ങൾ കാത്തിരിക്കുന്നത് നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ കണ്ണുനീർ മാറ്റുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ചിരി കൊണ്ടുവരുന്നത്, മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് സന്തോഷത്തോടെ പറയുവാൻ ഉതകുന്നത്, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. വെയിറ്റ് ചെയ്യുക. അബ്രഹാം വെയിറ്റ് ചെയ്യുവാൻ തയ്യാറാണോ? ആ വാക്ക് നിങ്ങളെ മാറ്റും. ആ വാക്കുമായി പിന്നെയും ഒരു ചെറിയ കാലം എന്ന് പറഞ്ഞത് അബ്രഹാം അതുവരെ കാത്തിരുന്ന കാലവുമായി ബന്ധപ്പെടുത്തിയ ഒരുപക്ഷെ ഒരു 25 വയസ്സിൽ അബ്രഹാം തലമുറയെക്കുറിച്ച് ചിന്തിച്ച് കാണും. 50 വർഷം ലോകമനുഷ്യനായി അലഞ്ഞു തലമുറയെ കിട്ടുവാൻ. 24 വർഷം ഭക്തനായി അലഞ്ഞു തലമുറയെ കിട്ടുവാൻ. ടോട്ടൽ 74 വർഷത്തെ കാത്തിരിപ്പ്. അതൊരു നീണ്ട കാത്തിരിപ്പാണ്. എന്നാൽ ദൈവത്തിൻ്റെ വാക്ക് കേട്ടതിന് ശേഷം ഒരു വർഷത്തെ കാത്തിരിപ്പ്. ആ കാത്തിരിപ്പിന് അറുതി വരുത്തി അബ്രഹാം. ആ കാത്തിരിപ്പിന് അറുതി വന്നു. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ചിരി കൊണ്ടുവരുന്നത് കർത്താവ് അവൻ്റെ കരങ്ങളിൽ നൽകി. അതേ, നിങ്ങളുടെ കാത്തിരിപ്പിന് അറുതിയാകുവാൻ പോകുക. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി, ചില കാത്തിരിപ്പുകൾക്ക് കർത്താവിന് അറുതി വരുത്തുന്ന കൃപയ്ക്കായി. ഓ താങ്ക് ഗോഡ്, അതുണ്ടാകുക. ആമേൻ. ആ കാത്തിരിപ്പിന് അറുതി വരുന്നത്, സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് നിങ്ങളിൽ ഉണ്ടാകുവാൻ പോകുക. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. ആ വെറും വാക്ക് എങ്ങനെയാ അത് പ്രവചന വാക്കുകളായി മാറിയത്? വാക്തത്വത്തിൽ വിശ്വസിച്ചു, ദൈവത്തിനായി വെയിറ്റ് ചെയ്തു, ദൈവം വന്നു, ആ വാക്ക് പറഞ്ഞു. അതേ, ദൈവം നിങ്ങളോട് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ എന്നിലൂടെ ആ വാക്ക് പറയുകയാണ്, അത് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഷെയർ ചെയ്യുക. അതുപോലെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ കാത്തിരിപ്പിന് അറുതി വരുന്നത് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരും. അതിനായി നിങ്ങളെ ഉറപ്പിക്കുവാൻ, ഒരുക്കുവാൻ കർത്താവ് ഞങ്ങളെ ശാക്തീകരിക്കും എന്ന് കണ്ടടച്ചോ. ഞങ്ങളുടെ വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയം, അടിയൊപ്പമായിരിക്കുന്ന ഈ ജനത്തിനായി അടിയൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവേ, കരയുന്ന ചിലർ അടിയനെ കേൾക്കുന്നുണ്ട്. ചില ഇല്ലായ്മകൾ മുഖാന്തരം തലമുറകളില്ലാതെ കരയുന്നവർ, യേശുപ്പാ, സാറായ്ക്ക് മക്കളെ കൊടുത്ത്, ഹന്നായ്ക്ക് മക്കളെ കൊടുത്ത്, യേശുവേ, വാർദ്ധക്യത്തിലും മച്ചിയായവളെ മക്കളുള്ളവളാക്കി മാറ്റിയ കർത്താവേ, അടിയനെ കേൾക്കുന്ന ഇവിടെ കണ്ണുനീരിന് മറുപടി നൽകണം. ഉദരഫലങ്ങളില്ലാതെ കരയുന്ന, തകർച്ചയുടെ കണ്ണുനീരിന്റെ അവസ്ഥയിലായിരിക്കുന്നവർക്ക് തലമുറകളെ നൽകണമേ. യേശുപ്പാ, മക്കളെ കൂടപ്പ പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ, ഇവർക്ക് തലമുറകളെ നൽകണമേ. യേശുവേ, ഇവർക്ക് മക്കളെ നൽകണമേ. മക്കളില്ലാതെയുള്ള കണ്ണുനീര് മാറട്ടെ. യേശുവേ, ഉദരഫലങ്ങൾ ജനിക്കട്ടെ. ജോലിയില്ലാതെ കരയുന്നവരുണ്ട്. യേശുപ്പാ, കരം നീട്ടി അവരുടെ ആവശ്യങ്ങൾക്ക് ഉതകുന്നത് വാങ്ങുവാൻ തക്കവണ്ണം ജോലി കൊടുപ്പ. യേശുവേ, ഇവർക്ക് ജോലി കൊടുപ്പ. ആ കണ്ണുനീരിന് അറുതി ഉണ്ടാകട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ജോലികൾ കിട്ടട്ടെ. യെസ്, ആ തടസ്സങ്ങൾ മാറട്ടെ. അപ്പോൾ ആ തടസ്സങ്ങളെ മാറ്റി ജോലി കൊടുപ്പ. കാത്തിരിക്കുന്ന അങ്ങയുടെ മക്കൾക്ക് ജോലി കൊടുപ്പ. ആ നിന്ന മാറുവാൻ, നിരാശ മാറുവാൻ, വേദന മാറുവാൻ ജോലി കൊടുപ്പ. യേശുപ്പാ, ആ രാജ്യങ്ങളിൽ അവർക്ക് ജോലി കൊടുപ്പ. ആ രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറന്നു കൊടുക്കപ്പ. ആ ശമ്പള കുടിശ്ശികൾ ലഭിക്കുവാൻ തക്കവണ്ണം അവരുടെ സുപ്പീരിയേഴ്സിനോട് അങ്ങ് സംസാരിക്കപ്പ. ആ സ്ഥാപനത്തിൽ അവർക്ക് മുകളിലുള്ളവരോട് സംസാരിക്കപ്പ. അവരുടെ ഇന്നത്തെ സ്ഥിതി മാറുവാൻ തക്കവണ്ണം ശത്രുക്കളോട് അങ്ങ് ഇടപെടപ്പ. അപ്പാ, അവർക്ക് വേണ്ടി അങ്ങ് യുദ്ധം ചെയ്യപ്പ. ശത്രുവിൻ്റെ പദ്ധതികളിൽ നിന്ന് അവരെ വിടുവിക്കപ്പ.
രോഗികളായി ഭാരപ്പെടുന്നവർ യേശുപ്പാ കരയുക. അപ്പാ അങ്ങയുടെ മക്കൾ കരയുക, സൗഖ്യമാക്കപ്പ. വേദന മുഖാന്തരം കരയുന്നവരെ സൗഖ്യമാക്കപ്പ. ആശുപത്രികൾ കരയുന്നവരെ സൗഖ്യമാക്കപ്പ. യേശുവേ മനസ്സലിയപ്പ. സകല രോഗബന്ധനവും വിട്ടുമാറട്ടെ യേശുപ്പാ. അങ്ങ് സൗഖ്യമാക്കപ്പ. വാർദ്ധക്യ സഹജമായ രോഗങ്ങളിലായിരിക്കുന്നവരെ സൗഖ്യമാക്കപ്പ. യേശുവേ അങ്ങ് സൗഖ്യമാക്കപ്പ. സകല രോഗബന്ധനങ്ങൾ യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. മേൻ പൈശാചികമായ ബാധിപ്പുകൾ വിട്ടുപോകട്ടെ. അവയവങ്ങൾ ജീവൻ ഉണ്ടാകട്ടെ. അപ്പാ കിഡ്നി പ്രോബ്ലമായി, ലിവർ ഫങ്ഷൻ, യെസ് അപ്പാ സൗഖ്യമാക്കപ്പ, സൗഖ്യമാക്കപ്പ. ഐസികളിലായിരിക്കുന്നവർ വാർഡുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യട്ടെ. വാർഡുകളിലായിരിക്കുന്നവർ ഭവനങ്ങളിലേക്ക് വരട്ടെ. യേശപ്പാ യേശപ്പാ അങ്ങ് മടക്കി വരുത്തപ്പ. കടഭാരങ്ങളിൽ കരയുന്നവരുണ്ടപ്പ, കടഭാരങ്ങൾ മാറ്റുവാൻ വഴി തുറക്കപ്പ. എല്ലാ ഇല്ലായ്മകളും മാറട്ടെ യേശപ്പാ. അങ്ങ് പ്രവർത്തിക്കണമേ അപ്പ. നിന്ന മാറട്ടെ അപ്പ, നിരാശ മാറട്ടെ, എല്ലാ ദാരിദ്ര്യവും മാറട്ടെ, എല്ലാ ഇല്ലായ്മകളും മാറട്ടെ, ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ അപ്പാ. അവരുടെ ഭവനം നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കരുത്, അവരുടെ വസ്തുവകൾ നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കരുത് യേശപ്പാ. കോടതികൾ തീർപ്പുണ്ടാകട്ടെ അപ്പാ. പ്രിയ സഹോദരിമാരുടെ കണ്ണുനീരിന് മറുപടി നൽകണമേ. ഭർത്താക്കന്മാർ മടങ്ങി വരട്ടെ. സഹോദരന്മാരുടെ കണ്ണുനീരിന് നിന്നയ്ക്ക് മറുപടി ഉണ്ടാകണമേ. ഭാര്യമാർ മടങ്ങി വരട്ടെ അപ്പാ. ചേർത്ത് പണിയപ്പ, ചേർത്ത് പണിയപ്പ. മക്കൾക്ക് വേണ്ടിയുള്ള കണ്ണുനീരിന് പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകപ്പ. അവിടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ അപ്പ. അഡ്മിഷൻ നൽകപ്പ. അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന മക്കളുണ്ട് അപ്പാ. അഡ്മിഷൻ നൽകപ്പ യേശപ്പാ. അങ്ങ് ദയ തോന്നി, കൃപ തോന്നി അങ്ങ് നൽകണമേ അപ്പ. അഡ്മിഷൻ നൽകണമേ അപ്പ. മക്കളുടെ വിദ്യാഭ്യാസം പാതി വഴിയിലാകുവാൻ അനുവദിക്കരുത് അപ്പ. മദ്യപാന ദുശീലങ്ങളിൽ നിന്ന് അവരെ വിടിവിക്കപ്പ. നല്ല മക്കളായവർ വളരട്ടെ അപ്പാ. മനസ്സലിയപ്പ. അനുസരണയുള്ള മക്കളായി വളരട്ടെ അപ്പ. അവർക്ക് വേണ്ടത് മാതാപിതാക്കളുടെ കരങ്ങളിൽ നൽകപ്പ. മത്സര പരീക്ഷകൾക്കായി ഒരുങ്ങുന്ന മക്കളെ അനുഗ്രഹിക്കപ്പ യേശപ്പാ. റിസൾട്ട് നൽകപ്പ യേശുവേ. വീടുകളില്ലാത്തവർക്ക് വീടുകളെ നൽകണമേ അപ്പ. സ്വന്തം ഭവനങ്ങളെ നൽകപ്പ. ആ കണ്ണുനീര് മാറട്ടെ യേശപ്പാ. യേശപ്പാ മനസ്സലിയപ്പ. വാഹനങ്ങളില്ലാത്തവർക്ക് വാഹനങ്ങൾ നൽകപ്പ. വസ്തുക്കളില്ലാത്തവർക്ക് വസ്തുക്കളെ നൽകപ്പ. ശുശ്രൂഷകന്മാർ കരയുക അപ്പാ. കണ്ണുനീരിന് മറുപടി നൽകപ്പ. ശുശ്രൂഷകളെ അനുഗ്രഹിക്കപ്പ. ആത്മാക്കളെ നേടുവാനുള്ള ദാഹത്തിന് പരിഹാരം വരുത്തപ്പ അപ്പാ. ആത്മാക്കളെ നൽകപ്പ. ആ കാത്തിരിപ്പുകൾക്ക് അറുതി ഉണ്ടാകട്ടെ അപ്പാ. അവർക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കണമേ അപ്പ. യേശപ്പാ വിശ്വസിച്ച് കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. വിദേശത്തും സ്വദേശത്തും ബാധിക്കപ്പെട്ടവരെ വിടുവിക്കണമേ അപ്പ. യേശപ്പാ വിടുവീരപ്പ. ജോലി സാഹചര്യങ്ങൾ അനുകൂലമാക്കപ്പ. വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ അപ്പ. രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കട്ടെ യേശപ്പാ. ബിസിനസ്സുകൾ ചെയ്യുന്നവരുണ്ട് കർത്താവ്. കടം കയറി ആയിരിക്കുന്നവരുണ്ട് കർത്താവ്. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട് കർത്താവ്. സകല ആത്മഹത്യാ ചിന്തകളും മാറിപ്പോകട്ടെ. എല്ലാ തകർച്ചകളും പണിതുയർത്തപ്പെടട്ടെ യേശപ്പാ. ഇവരുടെ കാത്തിരിപ്പിനും കണ്ണുനീരിനും അറുതി വരുത്തി കരങ്ങളിൽ അവർ കാത്തിരിക്കുന്നത് നൽകി അവരുടെ ജീവിതത്തിൽ സന്തോഷം നൽകിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ആ സാക്ഷ്യം കേൾക്കുവാൻ തക്കവണ്ണം അടിയനെയും ഇന്ന് പകലിൽ അങ്ങ് ഒരുക്കിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പം മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.